ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫ്ലാക്സീഡും അരിപ്പൊടിയും കൂടിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും ഹെയറിന് വളരെ നല്ലതാണ് കേട്ടോ. അരിപ്പൊടി നമ്മുടെ മുടിയെ നല്ലോണം മൃദുവാക്കാനും അതേപോലെ തന്നെ നമ്മുടെ മുടിയിലുള്ള അലർജിക് റിയാക്ഷൻസ് കുറയ്ക്കാനും നമുക്ക് താരം വരുന്നത് കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടി നല്ല മൃദുവാക്കാനും. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലോണം താരം വരിക. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടി നല്ലോണം നമ്മുടെ തലയോട് നല്ലോണം ഒന്ന് ഡ്രൈ ആവാതിരിക്കാനും നല്ലൊരു ടെക്സ്ചർ നൽകാനും അത് തണുപ്പേകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അരിപ്പൊടി. നമ്മുടെ മുടിക്ക് നല്ലോണം തണുപ്പ് കിട്ടിയാലാണ് അത് നല്ലോണം വളരുക. പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലത്തെ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ മുടി മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കാൻ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് തടയാനും നമ്മുടെ മുടി മൊത്തത്തിലൊന്ന് കാമാക്കാനും. ഇതിൽ വേറെ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമുക്ക് വീട്ടിലുള്ളതാണെങ്കിൽ അലോവേര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ കൂടുതലും ശ്രമിക്കുക. അല്ലാത്തവർ എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് ഉപയോഗിക്കുക. പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ, ഒരു ഇത്തിരി മാത്രമാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. എൻ്റെ മുടിയിൽ നന്നായിട്ട് എന്നെ താരനുണ്ട്. തന്നെ ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടി നല്ലോണം കൊഴിഞ്ഞിട്ട് എൻ്റെ മുടീൻ്റെ പകുതിയോളം പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി. അത് പിന്നെ ഒന്ന് വളർത്തിയെടുക്കാന്ന് പറഞ്ഞാൽ വല്ലാണ്ട് വളർന്നിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ കുറേ ഒരു പകുതിയോളം ഞാൻ വെട്ടിക്കളഞ്ഞു മുടി. എന്നാൽ അതേപോലെ തന്നെ മുടി കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഒന്നും ഇല്ലാണ്ടായി. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് കുറച്ചുള്ളതിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് നോക്കാം. കുറേ മുടിയായാലും കുറച്ച് മുടിയായാലും ഉള്ള മുടിയെ നമുക്ക് നല്ലോണം പോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഇന്നത്തെ ഈ ഹെയർ പാക്ക് ഞാൻ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ChatGPT-യോടൊക്കെ ചോദിച്ച് ഇത് നല്ലതാണോ, ഇത് എൻ്റെ മുടിക്ക് ഗുണം ചെയ്യുമോ എന്നൊക്കെ നോക്കി ഞാൻ കണ്ടുപിടിച്ച ഏത് ഹെയർ ടൈപ്പുകാർക്കും അതേപോലെ തന്നെ അലർജി പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനില്ല. നമുക്ക് ചില ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അലർജി വരും, തുമ്മൽ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളും വരും. ഇത് ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞു ഒരാഴ്ച മുന്നേ. അപ്പോൾ എനിക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേയിട്ട് എൻ്റെ മുടി രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഹെയർ പാക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ മുടിയൊക്കെ നല്ലോണം ഒന്ന് കളഞ്ഞെടുക്കുക. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയറൊക്കെ നല്ലോണം ഒന്ന് കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഈ കെട്ടുകളുടെ ഇടയിലൊക്കെ ഈ ഹെയർ പാക്ക് ഇരുന്ന് നമ്മൾ പിന്നെ മുടി കഴുകണ നേരത്ത് നല്ലോണം മുടി പൊട്ടിപ്പോകാനും പിന്നെ തീർക്കണ നേരത്ത് നല്ലോണം മുടിക്ക് ഡാമേജ് ആവാനും നല്ല സാധ്യതയുണ്ട്. ഞാനെപ്പോഴും ഈ എൻഡിൽ നിന്നാണ് കേട്ടോ തീർക്കാറ്, എന്നിട്ടാണ് മുകളിലേക്കാക്കാറ്. എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു കറ്റാർവാഴൻ്റെ കഷ്ണം ഞാൻ ഇതിനായിട്ട് എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടുക. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുറുക്കുക. അപ്പോൾ ഞാനിത് വെള്ളം ചൂടായിട്ട് പെട്ടെന്ന് തന്നെ ഇത് കൊട്ടിയപ്പോൾ ശേഷം കട്ട പിടിച്ചു. അപ്പോൾ നിങ്ങളിത് ആദ്യം തന്നെ ഒരു ചെറിയ ഫ്ലാക്സ് സീഡ് ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ പൊടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കോളൂ. അതിനുശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കാം. നല്ലോണം അരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നേരം വലിയൊരു അരിപ്പയിൽ ഇത് കൊട്ടി വെക്കുകയാണെങ്കിൽ ഞാൻ ചെറിയ അരിപ്പയാണ് യൂസ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ വലിയ അരിപ്പ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അതിൽ വരാണ്ടായപ്പോൾ വലിയ അരിപ്പ യൂസ് ചെയ്തിട്ടാണ് അരിച്ചത്. അപ്പോൾ വേറൊരു അരിപ്പയിൽ കുറച്ച് നേരം കൊട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ നമ്മൾ അടിയിലൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വീണോളും, അല്ലെങ്കിൽ ആ അരിപ്പൻ്റെ താഴെ വന്ന് അടിഞ്ഞോളും. അതിനുശേഷം ഇതൊന്ന് അപ്പോഴേക്കൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് അരിച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ലും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അലോവേര ജെല്ലും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതാണിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹെയർ മാസ്ക്. നല്ല കണ്ടീഷണർ പോലെ ഉണ്ട് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ വർക്കിംഗ് ആവും നോക്കാം കേട്ടോ. 2 ഭാഗത്തേക്ക് പാർട്ടീഷൻ ചെയ്ത മുടിയിൽ ഓരോ ഇഴയായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഹെയർ മാസ്ക് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ തലയോട്ടി തൊട്ടിട്ട് മുടിൻ്റെ അറ്റം വരെ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ ഇഴയായിട്ട് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കെട്ടിവെച്ച് കൊടുക്കാം. അപ്പോൾ ഹെയർ മാസ്ക് നന്നായിട്ടൊന്ന് പിടിക്കും. ഏത് ഹെയർ മാസ്ക് ഇട്ടാലും എനിക്ക് നല്ലോണം അലർജിക് റിയാക്ഷൻസ് വരാറുണ്ട്. തുമ്മലും കണ്ണൊക്കെ ചുവന്ന് മൂക്കൊക്കെ ചുവന്ന് ആകെ ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷെ ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. 15 മിനിറ്റോളം ആയിട്ടുണ്ട്. 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് ഹെയർ വാഷ് ചെയ്ത് കളയാം. നേരത്തെ കെട്ടിയത് ഇത്തിരി കോമഡി ആയിട്ട് ഞാൻ ഇറക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആരും വീഡിയോ എടുത്ത് തരാനില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഹെയർ വാഷ് ചെയ്യണത് കാണിക്കാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക്. നമുക്കിത്
ഡ്രൈ ആയാലാണ് നേരെ അറിയുള്ളൂ. ഞാനൊരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ടിട്ടാട്ടോ മുടി കഴുകിയത്. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഷാമ്പു ഉപയോഗിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ആയതിനു ശേഷം നോക്കാം. ഇപ്പോൾ ഒരു 3-4 അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയുടെ ഫസ്റ്റത്തെ മുടിയും എൻ്റെ ഇപ്പോഴത്തെ മുടിയും ഒന്ന് നല്ലോണം നോക്കി നോക്കും. ഒരു കണ്ടീഷണർ ഇട്ട പോലെയായി. പക്ഷെ അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്. ഒരു കണ്ടീഷണറിൻ്റെ അതേ എഫക്റ്റ് തന്നെ തന്നിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആക്കി മുടി. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ആ ഒരു ഡിഫറൻസ്, ഫസ്റ്റത്തെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ഒരു ഇതും. എൻ്റെ മുടി ഭയങ്കരമായിട്ട് ചെട പിടിക്കണതും അതേപോലെ ഭയങ്കര മാനേജബിൾ അല്ലാത്ത ഒരുമാതിരി ചകിരി പോലെയുള്ളൊരു മുടിയാണ്. അതിനെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ഹെയർ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഒതുങ്ങി കിടക്കണ ഒരു ഹെയർ. പക്ഷെ ഇത്ര നാളായിട്ട് എൻ്റെ മുടി കണ്ടീഷണർ ഇടാണ്ട് ഇങ്ങനെ കിടക്കണം ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ഹെയർ മാസ്ക് ഇട്ടപ്പോൾ അത്രയ്ക്ക് റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടത്. പിന്നെ അതുപോലെ തന്നെ ഡീടാങ്കിൾ ചെയ്യാൻ നല്ല ഇതായി. ചെട പിടിക്കുന്നേ ഇല്ല, കണ്ടോ, ടാങ്കിൾസ് ഒന്നും വരുന്നില്ല. നമ്മളൊരു നാളെ ഒരു പരിപാടിക്കൊക്കെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിപ്പോൾ ഈ മാസ്ക് ഇട്ടിട്ട് കിടന്ന് നാളെ ആകുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന്, ഇപ്പോഴും ചെറിയൊരു നനവുള്ള കാരണം കൊണ്ടാണ് ഈ മുടി ഇങ്ങനെ, നാളെയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ മുടിക്ക്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അല്ലാന്ന് വെച്ചാൽ നമുക്കൊരു ഹെയറിനൊരു കെയർ ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഒഴിവുള്ള ഏതെങ്കിലും ഒരു ദിവസം ഒരു അരമണിക്കൂറോളം മെനക്കെടേണ്ടി വരും. പക്ഷെ അതിനുള്ള റിസൾട്ട് ഇത് തരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഒരു ഒതുങ്ങി നിൽക്കാത്ത ടൈപ്പാണ്, നിങ്ങൾക്ക് അത് ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിതൊരു ഒരാഴ്ച മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ആഴ്ച മുന്നേ ഇട്ടിട്ട് ഒരു 3-4 ദിവസത്തോളം ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് എൻ്റെ തലയിലുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ടാണ് വീണ്ടും ആ പഴയ മുടിയിലേക്ക് പോയത്. അപ്പോൾ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫ്ലാറ്റ് സീഡ്സും ഒക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പിന്നെ അലോവേര ജെല്ല് എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും അലോവേര ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എവിടെയായാലും നമുക്ക് അലോവേരയും അവൈലബിൾ ആണ്. പിന്നെ അരിപ്പൊടി എല്ലാ വീട്ടുകളിലുള്ളതാണ്. അത് പിന്നെ കോക്കനട്ട് ഓയിലും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആകെക്കൂടി ഫ്ലാക്സ് സീഡ് മാത്രമാണ് നമുക്കൊന്ന് പുറമെന്ന് വാങ്ങേണ്ട വരിക. ഇപ്പം എല്ലാ വീട്ടുകളിലും ഫ്ലാക്സ് സീഡ്, ചിയ സീഡൊക്കെ സ്റ്റോക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.